ഹായ് ഓൾ, വെൽക്കം ടു KS ഓൺ. ഞാനിന്ന് വന്നിരിക്കുന്നത് മാത്സിലെ ട്രെയിൻ റിലേറ്റഡ് പ്രോബ്ലംസ് എന്നുള്ള ടോപ്പിക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമ്മൾ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ? അത് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കാണുക, നമ്മുടെ പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ നമ്മൾ ട്രെയിന്, കാറ്, ബസ് അങ്ങനെയുള്ള എല്ലാം പറയും അല്ലേ? അപ്പോൾ ഇവിടെ ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക്കിലെ ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിൽ ഒരു ട്രെയിൻ ഉണ്ടായിരിക്കും. ആ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റും കൂടെ ഉണ്ടായിരിക്കും. ഒരു ട്രെയിൻ ഉണ്ട്, ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. ആ ഒബ്ജക്റ്റ് പല തരത്തിലുള്ള ഒബ്ജക്റ്റ് ഉണ്ടായിരിക്കും. ഈ ട്രെയിൻ ഈ ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ വരുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഇപ്പം ഫോർ എക്സാമ്പിൾ, ഈ ഒബ്ജക്റ്റ് പല തരത്തിലാണെന്ന് ഞാൻ പറഞ്ഞു. അതായത് നമുക്കൊരു എക്സാമ്പിൾ എടുത്താൽ, ഒരു ട്രീ അല്ലെങ്കിൽ ഒരു പോസ്റ്റ്. ഈ ഒരു ട്രെയിൻ ഈ ഒരു പോസ്റ്റിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പോസ്റ്റ് ദാണ്ട് ഇവിടെ നിൽക്കുന്നു, ഈ ട്രെയിൻ ദാണ്ട് ഇതിന്റെ എൻഡ് ഇവിടാണ്. അങ്ങനെ അല്ലെങ്കിൽ അത് എടുത്ത ക്വസ്റ്റ്യനിൽ പറയണം. അല്ല ജസ്റ്റ് നമ്മൾ പറയുകയാണ് ഒരു ട്രെയിൻ ഒരു ട്രീയെ പാസ് ചെയ്യാൻ എത്ര ടൈം എടുത്തു എന്ന് ചോദിച്ചാൽ ഈ ട്രെയിൻ ദാണ്ട് ഇവിടെ നിൽക്കുന്നത്, അല്ലെങ്കിൽ അത് ഇത്രയും ഡിസ്റ്റൻസിലാണെന്ന് വല്ലതും നമ്മുടെ ക്വസ്റ്റ്യനിൽ എടുത്ത് പറയണം. അല്ലാത്ത പക്ഷം ഈ എവിടെയാണ് ട്രെയിൻ ഇവിടെ നിൽക്കുന്നു, ഈ ട്രെയിൻ ഈ ഒരു ട്രീയെ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ചോദിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ട്രീ എന്ന് പറഞ്ഞു. ഇനി വേണമെങ്കിൽ എന്താ, ഒരു പ്ലാറ്റ്ഫോം ആകാം. ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന ടൈം. അല്ലെങ്കിൽ ഇതൊരു എന്താ മറ്റൊരു ട്രെയിൻ ആവാം, രണ്ട് ട്രെയിൻസ് അല്ലെ? അതിനകത്ത് ഇപ്പോൾ ഒരു ട്രെയിൻ നമ്മൾ പറഞ്ഞ ട്രെയിനും ഒരു ട്രെയിൻ ഒരു ഒബ്ജക്റ്റും ആയിരിക്കും. മൂവിങ് ട്രെയിൻ അല്ലെ? ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രെയിനിനെ ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കാം ഒരു മൂവിങ് മാൻ, ഒരാള് അല്ലെ? ഒരാൾ നിൽക്കുമ്പോൾ ഉള്ളത് ചോദിക്കാം, ഒരാൾ മൂവ് ചെയ്യുന്ന സമയത്തുള്ളത് ചോദിക്കാം. ക്ലിയർ ആണോ? അപ്പോൾ അതിനെല്ലാം കൂടെ നമുക്കൊരു ഇക്വേഷൻ പഠിച്ചു വെക്കാം. വളരെ എളുപ്പമാണ്. ഇവിടെ പറയുന്നത് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഒരു ട്രെയിൻ ഒരു ഒബ്ജക്റ്റിനെ പാസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ആ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്താണ്? ആ ട്രെയിനിന്റെ ലെങ്ത് ആണ് അല്ലേ? അതായത് ഇപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ്, സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണെങ്കിൽ, അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് പറഞ്ഞാൽ ഫസ്റ്റ് ടൈപ്പ് ഒരു ഒബ്ജക്റ്റ് നമ്മൾ എടുത്താൽ, അതായത് ഒരു ട്രീ ആണ് അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ആണ് എന്ന് പറയുമ്പം ഈ ഒരു ഒബ്ജക്റ്റിന് ലെങ്ത് വരുന്നുള്ളൂ. നമ്മൾ ട്രെയിനിന്റെ ലെങ്ത് വെച്ച് നമ്മൾ നോക്കുമ്പം ഈ ഒരു ഒബ്ജക്റ്റിന് ലെങ്ത് വരുന്നില്ല. സോ ഇത് പാസ് ചെയ്യാന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു സ്റ്റാർട്ടിങ്, ഈ ഒരു ഒബ്ജക്റ്റിന്റെ ഇവിടെ ആയിട്ട് നമ്മുടെ ട്രെയിൻ നിൽക്കുന്നു, ഇത് പാസ് ചെയ്യുന്ന എന്താണ്, ട്രെയിൻ ഇവിടെ വരുമ്പോഴേ ഇത് പാസ് ചെയ്യുന്നത് അല്ലേ? അപ്പൊ എന്ത് ഡിസ്റ്റൻസ് ആയത് ട്രാവൽ ചെയ്തത്? ഈ ട്രെയിനിന്റെ ലെങ്ത് ആണ് ഇത് ട്രാവൽ ചെയ്തത് അല്ലേ? ടൈമോ? ഈ ട്രെയിൻ പോയ മീൻസ് ടൈം ചോദിച്ചാൽ അല്ലെങ്കിൽ ഏത് സ്പീഡിലാണ് പോകുന്നത്? ട്രെയിൻ പോയ സ്പീഡിലാണ് അത് പോകുന്നത്. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് പറയാം, ജനറൽ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ നമുക്കറിയാം ടൈമിന്റെ ഇക്വേഷൻ എന്താ? ടൈമിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് അല്ലെ? ടൈമിന്റെ ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. അപ്പൊ ഇവിടെ വരുമ്പോൾ ഡിസ്റ്റൻസിന് പകരം ലെങ്തുകൾ കൊടുക്കാന്ന് ഓർത്തിരുന്നാൽ മതി. ഇനി ഇപ്പൊ ഞാനൊരു ഒബ്ജക്റ്റ് എന്താണ്, പോയിന്റ് ഒബ്ജക്റ്റ് പറഞ്ഞു. ഇനി ഞാനൊരു പ്ലാറ്റ്ഫോം പറയുവാണെങ്കിൽ, ഈ ഒരു ട്രെയിൻ ഈ പ്ലാറ്റ്ഫോമിനെ കടക്കാനുള്ള സമയം ചോദിച്ചാൽ അല്ലെ, ഈ ട്രെയിൻ ഇവിടെ എത്തുമ്പം അതെന്ന് പറഞ്ഞാൽ ഏത് ലെങ്ത് ആ ട്രാവൽ ചെയ്തത്? ഈ പ്ലാറ്റ്ഫോമിന്റെയും ഈ ട്രെയിനിന്റെയും ലെങ്ത്. ക്ലിയർ ആണ്? അപ്പൊ ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് ലെങ്ത് ഇട്ട് കൊടുക്കുക. സ്പീഡ് എന്ന് പറഞ്ഞാൽ ഈ ട്രെയിനിന്റെ സ്പീഡ്. അപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് ഇക്വേഷൻ പറയാം, ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റിന് സ്പീഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. രണ്ട് സ്പീഡ് വരുമ്പോൾ റിലേറ്റീവ് സ്പീഡ് നമ്മൾ കഴിഞ്ഞ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ പറഞ്ഞായിരുന്നു അല്ലെ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ക്ലിയർ അല്ലേ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ ട്രെയിനിന്റെ കേസിൽ ഓർത്തിരുന്നാൽ മതി. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസിന്റെ സ്ഥാനത്ത് ലെങ്ത് ഇടുന്നു എന്ന് മാത്രം ഓർത്താൽ മതി. ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് സ്പീഡ് ഓഫ് ഒബ്ജക്റ്റ്. ക്ലിയർ ആണോ? അപ്പോൾ ഓരോ ഒബ്ജക്റ്റിനനുസരിച്ച് നമുക്ക് ഇക്വേഷൻ എഴുതാം. അത് ഇപ്പൊ ഇത് പറഞ്ഞിരുന്നാൽ നിങ്ങൾ ഓരോ ഒബ്ജക്റ്റ് ഏതാണെന്ന് നോക്കി നിങ്ങൾ ഇക്വേഷൻ എഴുതിയാൽ മതി. ഇപ്പൊ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഞാൻ പറഞ്ഞ പോസ്റ്റ്, ട്രീ, സ്റ്റാൻഡിങ് മാൻ, ഈ ഒരു കാറ്റഗറി മനസ്സിലായല്ലോ? ഇവർക്കൊന്നും എന്താ ലെങ്ത് ഇല്ല അല്ലെ? ട്രെയിനിന്റെ ലെങ്ത് വെച്ച് നോക്കുമ്പോൾ ഇവർക്കൊന്നും ലെങ്തും ഇല്ല, അതേപോലെ തന്നെ ഇവർക്കൊന്നും സ്പീഡും ഇല്ല. പോസ്റ്റ്, ട്രീ, സ്റ്റാൻഡിങ് മാൻ, പോള്, ഇങ്ങനെയുള്ള എല്ലാം. അപ്പൊ ടൈമിന്റെ ഇക്വേഷൻ എന്താ? ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ.
ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇത് മനസ്സിലായല്ലോ. പോസ്റ്റ് ട്രീ ഇതല്ല, ലെങ്തും ഇല്ല സ്പീഡും ഇല്ലാത്തത് വരുമ്പോൾ ട്രെയിനിന്റെ ലെങ്തും ട്രെയിനിന്റെ സ്പീഡും. ഇനി രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണ് പ്ലാറ്റ്ഫോം സ്റ്റേഷനറി ട്രെയിൻ, നിർത്തിയിട്ടിരിക്കുന്ന ട്രെയിൻ ഉണ്ടല്ലോ, ബ്രിഡ്ജ്, പ്ലാറ്റ്ഫോം, ബ്രിഡ്ജ്, സ്റ്റേഷനറി ട്രെയിന്, ഇതെല്ലാം ഏത് കാറ്റഗറി വരുന്നതാണ്? ഇതിനൊക്കെ എന്ന് പറഞ്ഞാൽ ലെങ്ത് ഉണ്ടല്ലേ, ലെങ്ത് ഉണ്ട് പക്ഷെ സ്പീഡ് ഉണ്ടോ? സ്പീഡ് ഇല്ല. ക്ലിയർ ആണോ? ഇതെന്ന് പറഞ്ഞത് ഇതിന് ലെങ്തും ഇല്ല അതേപോലെ തന്നെ സ്പീഡും ഇല്ല. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ടൈം എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഒബ്ജക്റ്റിനെ പാസ് ചെയ്യാനുള്ള ടൈം ചോദിച്ചാൽ ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ഈ ലെങ്ത് ഓഫ് ഒബ്ജക്റ്റ് പറയാം. അതായത് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം പറയാം, സ്റ്റേഷനറി ഈ ഒബ്ജക്റ്റുകളുടെ എല്ലാം ലെങ്ത് ഉണ്ടായിരിക്കും അല്ലെ, ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഈ ഒബ്ജക്റ്റുകൾക്കൊന്നും സ്പീഡ് ഇല്ല, അതുകൊണ്ട് സ്പീഡ് ഓഫ് ട്രെയിനിന്റെ സ്പീഡ് മാത്രം മതി. ക്ലിയർ ആണോ കൺസെപ്റ്റ്? ഇനി മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന ആരാണ്? മൂവിങ് മാൻ, ഓടുന്ന ഒരു മനുഷ്യൻ അല്ലെ, ഓടുന്ന ഒരു മനുഷ്യനെ പാസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? സോ ടൈം വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ. ഇനി ഇവിടെ ഒബ്ജക്റ്റിന് ലെങ്ത് ഉണ്ടോ? മൂവിങ് മാൻ, അത് നമ്മുടെ സ്റ്റേഷനറി ഒബ്ജക്റ്റ് പോലെ നമ്മൾ ഇതിനകത്ത് പറഞ്ഞില്ലായിരുന്നോ? അതായത് സ്റ്റേഷനറി മീൻസ് അതിന് ലെങ്ത് ഇല്ലാത്ത പോയിന്റ് ഒബ്ജക്റ്റുകളാണ് അല്ലെ. അപ്പോൾ സോ ലെങ്ത് വേണ്ട, ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് മാൻ അല്ലെ. മാനിന് സ്പീഡ് ഉണ്ട്, മാൻ ഓടുവാണ്. അപ്പൊ എന്താണ്, ഇവിടെ ഏത് ഡയറക്ഷൻ ആണോ നോക്കിയിട്ട് പ്ലസോ മൈനസോ കൊടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ക്ലിയർ ആണല്ലോ? ഇനി നാലാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞതാണ് മൂവിങ് ട്രെയിൻ അല്ലെ. രണ്ട് ട്രെയിനിനെ ക്രോസ് ചെയ്യുക, രണ്ട് ട്രെയിൻസ് തമ്മിൽ ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. അവിടെ എന്താ, രണ്ട് ഒബ്ജക്റ്റിന് ലെങ്ത് ഉണ്ട് അല്ലെ, ലെങ്ത് ഓഫ് ട്രെയിൻ 1 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ 1 പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് ട്രെയിൻ 2. ക്ലിയർ ആണോ? ഇവിടെ സ്പീഡ് ഉണ്ട്, ഇവിടെ ലെങ്ത് ഉണ്ട്, സോ അത് രണ്ടും എടുക്കണം. അപ്പൊ ഈ ഒരു നാല് കാറ്റഗറിയിലുള്ള ഇതാണ് നമ്മൾ പഠിക്കേണ്ടത്. ക്ലിയർ ആണോ? അപ്പൊ ഈ ഒരു 4 ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സ് വരുന്നതിന്റെ ഇക്വേഷൻ നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് ഇതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാം. അപ്പം ടൈം ആയിരിക്കാം, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിന്റെ ടൈം തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. ഇനി അല്ലാതെ വരുമ്പോൾ നമ്മുടെ ലെങ്ത് ചോദിക്കാം, സ്പീഡ് ചോദിക്കാം. അപ്പൊ ഇതേ ഇക്വേഷനിൽ തന്നെ ഇട്ട് നമ്മൾ കണ്ടുപിടിക്കാം. ക്ലിയർ ആണല്ലോ? നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സെക്കൻഡ്സ് വിൽ എ ട്രെയിൻ 100 meter long running at a rate of 36 km/h take to pass a stationary pole? ഒരു സ്റ്റേഷനറി പോൾ പാസ് ചെയ്യാനായിട്ട് 36 km/h പോകുന്ന ട്രെയിൻ, 100 മീറ്റർ ലെങ്ത് ഉള്ള ഒരു ട്രെയിനും എത്ര ടൈം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ട്രെയിനിന്റെ ലെങ്ത് 100 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്, സ്പീഡ് ഓഫ് ട്രെയിൻ എത്ര തന്നിട്ടുണ്ട്? 36 km/h എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഈ സ്റ്റേഷനറി പോളിനെ പാസ് ചെയ്യാനുള്ള ടൈമാണ് ചോദിക്കുന്നത്. നമുക്കറിയാം ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ ആണ്, നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്ന ഒബ്ജക്റ്റ് ആണ് അല്ലെ. ഇനി നിങ്ങൾ ഈ ട്രെയിനിന്റെ പ്രോബ്ലത്തിൽ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ യൂണിറ്റ്സ് ആണ്. അതായത് മിക്കപ്പോഴും ലെങ്ത്, ഞാൻ പറഞ്ഞല്ലോ മിക്കപ്പോഴും ലെങ്ത് ഒക്കെ മീറ്ററിലായിരിക്കും തരുന്നത്. അതേപോലെ തന്നെ ടൈം ഒക്കെ സെക്കൻഡിലായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ മിക്കപ്പോഴും തന്നെ ഞാൻ പറഞ്ഞോളൂ. ഇൻ കേസ് അത് നിങ്ങൾ ഓപ്ഷൻ നോക്കിയിട്ടും അല്ലെങ്കിൽ തന്നിരിക്കുന്ന വാല്യൂസ് നോക്കിയിട്ടും പറയുക. കൂടുതലും ലെങ്ത് എല്ലാം മീറ്ററിലും ടൈം എല്ലാം സെക്കൻഡിലും ആയിരിക്കും തരുന്നത്. അപ്പൊ സ്പീഡ് നമ്മൾ എന്തായിരിക്കും, സ്പീഡ് തരുന്നത് km/h. അപ്പൊ ഏറ്റവും നല്ല യൂണിറ്റ് കൺവേർഷൻ ഏതാണ്? ഈ km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റുന്നതാണ്. ക്ലിയർ ആണോ? km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ എന്താ നമ്മൾ പഠിച്ചതാണല്ലേ. km/h മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി മീറ്റർ/സെക്കൻഡിനെ km/h മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? അപ്പൊ ഇത് പഠിച്ചു വെച്ചേക്കുക. അപ്പൊ സ്പീഡിനെ മാറ്റുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ നമുക്ക് ഇവിടെ സ്പീഡിനെ മാറ്റാം, 36 × 5/18. ക്ലിയർ ആണോ? 18 × 2 ആണ് 36, സോ ദാറ്റ് ഈസ് 10 മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടി. ഇനി ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ 100 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ 10 മീറ്റർ/സെക്കൻഡ് അല്ലെ. അപ്പൊ ഇത് മീറ്ററിൽ, ഇത് മീറ്റർ/സെക്കൻഡിൽ, അപ്പൊ നമുക്ക് ടൈം സെക്കൻഡിൽ കിട്ടും അല്ലെ, 10 seconds. ക്ലിയർ ആണോ? അപ്പൊ ഇത് ഏത് ഒബ്ജക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക, പിന്നെ ചെയ്യുക, അത്രേ ഉള്ളൂ.
Next question. How many seconds will a train 110-meter long running at a rate of 72 km per hour take to cross a bridge 130-meter long? 110 meter ലെങ്ത് ഉള്ള ഒരു ട്രെയിന് 72 കിലോമീറ്റർ പെർ അവറിലാണ് റൺ ചെയ്യുന്നത്. അത് 130 മീറ്റർ ലെങ്ത് ഉള്ള ബ്രിഡ്ജിനെ ക്രോസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും? സോ ടൈം വിൽ ബി ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ക്ലിയർ അല്ലേ? ലെങ്ത് ഓഫ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 110 പ്ലസ് 130 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ അല്ലെ 72. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഇവിടെ ചെയ്യണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ആ ഇക്വേഷൻ തന്നെ ചെയ്താലും മതി. 72 ഇൻറ്റു 5/18. ക്ലിയർ അല്ലേ? 18 ഇൻറ്റു 4. നിങ്ങളത് ചെറുതായിട്ട്, നിങ്ങളിപ്പോൾ 2H 3 അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നെങ്കിൽ അങ്ങനെ കട്ട് ചെയ്യാം. ഒറ്റയടിക്ക് നമ്മൾ നോക്കുക, യൂണിറ്റ് പ്ലേസ് വെച്ച് നോക്കുക. 18 ഇപ്പം നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിലാണെങ്കിൽ 36/18 എന്ന് തോന്നുന്നു അല്ലേ. 8 ഇൻറ്റു എന്ത് ചെയ്താലാണ് 6 യൂണിറ്റ് പ്ലേസിൽ വരുന്നതെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതാണ് നമുക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാനുള്ള എളുപ്പം. 18 ഇൻറ്റു 2 അല്ലെ, 8 ഇൻറ്റു 2 ആണ് 16 വരുന്നത്. അപ്പം 18 ഇൻറ്റു 2 ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ ഇപ്പം നോക്കി ഇവിടുത്തെ കേസിൽ 8 ഇൻറ്റു എന്ത് ചെയ്താലാണ് ഇവിടെ 2 എൻഡിൽ വരാൻ സാധ്യത നോക്കുക. അപ്പോൾ 8 ഇൻറ്റു 4 32 എന്ന് പറയാം. അപ്പോൾ 18 ഇൻറ്റു 4 ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക അല്ലേ. ദറ്റ് ഈസ് 4 ഇൻറ്റു 5 അപ്പോൾ 20 ആയി. അപ്പോൾ ഇത് ചെയ്താൽ എന്താ? ഇവിടെ 20, ഇവിടെ 0, 4, 240 അല്ലേ. 240/20 ദറ്റ് ഈസ് 12 seconds. Clear ആണോ? Next question. A train 175 meter long at 54 km per hour cross a bridge in 20 seconds. Find the length of the bridge. നമുക്ക് എന്താ ടൈം തന്നിട്ടുണ്ട്, ലെങ്ത് കണ്ടുപിടിക്കും. നമ്മൾ അതേ ഇക്വേഷൻ തന്നെ എഴുതിയാൽ മതി. ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇതിനകത്ത് തന്നെ എല്ലാം എഴുതിയ ടൈം എത്ര? 20 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ 175 പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ് നമുക്ക് അറിയത്തില്ല, ഡിവൈഡ് ബൈ സ്പീഡ് എത്ര ആണെന്നേക്കുന്നത് 54 അല്ലേ. 54 ഇൻറ്റു 5/18. ഇനി സോൾവ് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, അറിയാത്തത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ 18 ഇൻറ്റു എന്താണ് 54? 18 ഇൻറ്റു 3 അല്ലേ. 18 ഇൻറ്റു 3 ആണ് 54. സോ എന്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 20 ഇൻറ്റു 3 ഇൻറ്റു 5 15 അല്ലേ, ഈക്വൽ ടു 175 പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ്. ഓക്കെ, ദെൻ ഇവിടെ ചെയ്യുമ്പോഴത്തേക്ക് 300 ഈക്വൽ ടു 175 പ്ലസ് ലെങ്ത് ഓഫ് ബ്രിഡ്ജ്. Length of bridge will be equal to 300 minus 175. 5, 2, 1. Clear അല്ലേ? 125 meter എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ ഇതേ ഇക്വേഷനെ തന്നിട്ട് അതിപ്പോൾ ഇൻ കേസ് നേരത്തെ അടുത്ത കേസിൽ ഇപ്പോൾ ടൈം ലെങ്ത് തന്നിട്ട് ടൈമും തന്നിട്ട് സ്പീഡ് ചോദിച്ചാലും അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ യൂണിറ്റ് ഒക്കെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുക. Next question. Two trains 121 meter and 99 meter in length respectively are running in opposite direction, one at a rate of 40 km per hour and other at a rate of 32 km per hour. In what time will they completely cross each other from the moment they meet? അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഏതാണ്? രണ്ട് ട്രെയിൻസിൻ്റെ അല്ലേ, അതായത് ഒരു ഒബ്ജക്റ്റ് ഒരു മൂവിങ് ട്രെയിൻ ആയിരിക്കുന്ന കേസിലെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? നമുക്കറിയാം ഇക്വേഷൻ എങ്ങനെയാണ്? ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ 1 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ 1. എന്താ ഡയറക്ഷൻ? എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നാ പറഞ്ഞേക്കുന്നത് അല്ലേ. നോക്കിയേ, റണ്ണിങ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ ST1 പ്ലസ് ST2. ക്ലിയർ ആണല്ലോ? ഡയറക്ഷൻ ആരും മറക്കരുത്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ പ്ലസ് കൊടുക്കുക, സെയിം ഡയറക്ഷൻ ആണെങ്കിൽ മൈനസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലെങ്ത് അപ്ലൈ ചെയ്യാം. 121 പ്ലസ് 99 ബൈ ഇനി ഇവിടെ സ്പീഡ് നമ്മൾ സെപ്പറേറ്റ് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റേണ്ട കാര്യമുണ്ടോ? അതായത് 40 km per hour മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി 32 km per hour മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റി ആഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, രണ്ടും കൂടി ഒരുമിച്ച് ചെയ്താൽ മതി. അതായത് 40 പ്ലസ് 32, അത് സൈൻ ഏതാണെന്നുള്ളത് നമ്മൾ ഡയറക്ഷൻ നോക്കി എഴുതുക. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് 40 പ്ലസ് 32 എന്ന് എഴുതി. അത്രയും കിലോമീറ്റർ പെർ അവർ അല്ലേ. അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. ഇൻറ്റു 5/18. സോൾവ് ചെയ്യാമല്ലോ. 121 പ്ലസ് 99 10 12 220 220 ബൈ 72 ഇൻറ്റു 5/18
18 into 4 ആണ് 72 അല്ലേ? That is 220 by 20. That is 11 seconds. Option C. Clear ആണോ? ഡയറക്ഷൻ നോക്കുക. രണ്ട് ട്രെയിൻ വരുന്ന കേസിലാണെങ്കിൽ അതേപോലെ മൂവിങ് ഒബ്ജക്റ്റ് ആണ് വരുന്ന കേസിൽ ഡയറക്ഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് ആൻസർ പറയുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Two trains, 110 meter and 90 meter in length respectively, are running in the same direction. One at a rate of 50 km per hour and other at a rate of 68 km per hour. In what time will they completely cross each other? So time will be equal to length of train 1 plus length of train 2 by, ഇവിടെ direction എങ്ങനെ? Running in the same direction. So minus s of t1 minus s of t2. Clear ആണോ? So 110 plus 90 by 50 68 ഏതാണോ വലുത് നമ്മൾ നോക്കാം. 68 minus 50 into 5/18. രണ്ടും കൂടെ മൈനസ് ചെയ്തിട്ട് ഒരു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, സോ ഇത് വന്നിട്ട് എന്താ വരും? 200 by 18 into 5/18. ഓക്കെ, 18 കട്ടായി പോയി. ദറ്റ് ഈസ് 200 by 5, that is 40 seconds. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടൈം ചോദിക്കുന്നു അല്ലേ? ഡയറക്ഷൻ നോക്കിയിട്ട് സ്പീഡിന്റെ ഡയറക്ഷൻ ഏതാണോ അത് നോക്കിയിട്ട് അതിന്റെ സൈൻ കൊടുക്കുക. അത്രയേ ഉള്ളൂ കാര്യം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 150 meter long train crosses a platform in 45 seconds and crosses a man in 9 seconds. Find the length of the platform. അപ്പോൾ ഇതുവരെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനിലെല്ലാം ഓരോ ഒബ്ജക്റ്റ് വീതമേ ഉള്ളായിരുന്നു അല്ലേ? ഇനി ഇപ്പം നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന ക്വസ്റ്റ്യനിൽ എന്താ? രണ്ട് ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ രണ്ട് ഒബ്ജക്റ്റും ഏതാണെന്ന് മനസ്സിലാക്കി ആ രണ്ട് ഒബ്ജക്റ്റിൻ്റെയും ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? ഇവിടെ ഒരു ട്രെയിനും രണ്ട് ഒബ്ജക്റ്റുമാണ്. അപ്പോൾ ഒരു ട്രെയിൻ എന്ന് പറയുമ്പോൾ ആ ട്രെയിനിന്റെ രണ്ട് കേസിലും നമ്മൾ എഴുതാൻ പോകുമ്പോൾ ലെങ്ത് ഓഫ് ട്രെയിനും സ്പീഡ് ഓഫ് ട്രെയിനും ഒക്കെ സെയിം ആയിരിക്കും അല്ലേ? അപ്പോൾ നോക്കാം. രണ്ട് ഒബ്ജക്റ്റ് ഇവിടെ ഏതാ പറയുന്നത്? 150 meter ലോങ് ട്രെയിൻ ക്രോസ് എ പ്ലാറ്റ്ഫോം അല്ലേ? അപ്പോൾ നമ്മൾ ആദ്യം ട്രെയിൻ ആൻഡ് പ്ലാറ്റ്ഫോം അതിന്റെ ഒരു ഇക്വേഷൻ എഴുതാനുണ്ട്. പിന്നെ പാസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ക്രോസ് എ മാൻ അല്ലേ? അപ്പോൾ ട്രെയിനും സ്റ്റാൻഡിങ് മാൻ അല്ലേ? സ്റ്റേഷനറി ആയിട്ടുള്ള മാന, മൂവ് ചെയ്യുന്ന കാര്യം പറയുന്നില്ല. അപ്പോൾ ട്രെയിൻ ആൻഡ് എ മാൻ. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഇക്വേഷൻ എന്താ? ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇവിടെ വന്നിട്ടോ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ക്ലിയർ ആണോ? സോ ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 150 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എത്രയാണ്? അത് തന്നിട്ടുണ്ടോ? ഇല്ല. സോ ലെറ്റ് ഇറ്റ് ബി ST. അങ്ങനെ എടുക്കട്ടെ. ഇനി ഇവിടെ വന്നിട്ടോ ടൈം ഈക്വൽ ടു ടൈം തന്നിട്ടുണ്ട് ഇവിടെ 9 സെക്കൻഡ്സിനെ, മാനിനെ പാസ് ചെയ്യാനുള്ള ടൈം 9 സെക്കൻഡ്സ് എന്ന് തന്നിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ ഇത് 9 സെക്കൻഡ്സ്. ഇവിടെ ഇത് മീറ്റർ. അപ്പോൾ ഈ ഇവിടെ നിന്ന് നമുക്ക് എന്താണ് പിടിക്കാൻ പറ്റും? സ്പീഡ് ഓഫ് ട്രെയിൻ വിൽ ബി ഈക്വൽ ടു 150 by 9. എന്താ യൂണിറ്റ്? മീറ്റർ പെർ സെക്കൻഡ് അല്ലെ? ഇത് മീറ്ററിലും ഇത് സെക്കൻഡിലുമാണ്. ഓക്കെ, ഇതിനെ നമ്മളിപ്പം 3 വെച്ച് കട്ട് ചെയ്താൽ 50 by 3 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. അതവിടെ കിടക്കട്ടെ. ഇനി ഇതെന്താ? ടൈം എത്ര നിൽക്കുന്നത്? 45 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ എത്രയാണ്? 150 പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ എന്താണ്? ഇവിടെ നമുക്ക് കിട്ടി അല്ലെ? 50 by 3. That is 50 by 3 into 5/18. ഇത് മീറ്റർ പെർ സെക്കൻഡിലാണ് കിടക്കുക. ഇത് സോറി ഇവിടെ മീറ്റർ പെർ സെക്കൻഡിലല്ല കിടക്കുന്നത്. നമ്മൾ 5/18 ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. ഓക്കെ, സോറി. അപ്പൊ നമുക്ക് ഇവിടെ സ്പീഡ് ഓഫ് ട്രെയിൻ 50 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് കിട്ടിയത്. അതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് 50 by 3 എന്ന് എഴുതിയാൽ മതി. ഇനി ഇത് സോൾവ് ചെയ്താൽ പോരായോ? സോൾവ് ചെയ്തേ. അതാ ഞാൻ ഇങ്ങോട്ട് സോൾവ് ചെയ്യുന്നു. സോൾവ് ചെയ്താൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 45 into 50 by 3 equal to 150 plus length of platform. സോൾവ് ചെയ്തേ. ഇവിടെ വന്നിട്ട് അത് 15 ആയി. 15 into 50 750 equal to 150 plus length of platform. That is length of platform will be equal to 750 minus 150. That is 600 meter. ഓക്കെ ആണല്ലോ? അപ്പം രണ്ട് ഒബ്ജക്റ്റ് വരുമ്പോൾ രണ്ട് ഇക്വേഷൻ എഴുതുക. അപ്പൊ അതിനകത്തുള്ള സ്പീഡ് ഓഫ് ട്രെയിൻ ലെങ്ത് ഓഫ് ട്രെയിൻ ഒക്കെ ഇത് കോമൺ അല്ലേ? അപ്പൊ നമുക്കത് ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ ഈ കേസിൽ ട്രെയിനും മാനും കൂടെ എന്നുള്ള ഇക്വേഷനിൽ വെച്ച് നമുക്ക് സ്പീഡ് ഓഫ് ട്രെയിൻ കിട്ടി. യൂണിറ്റ് ശ്രദ്ധിക്കുക, ടൈം സെക്കൻഡിലും ലെങ്ത് മീറ്ററിലും, അതുകൊണ്ട് നമുക്ക് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിലാണ് കിട്ടിയത്. ദെൻ ആ സ്പീഡ് കൊണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ ഇക്വേഷനകത്തോട് ഇടുമ്പോൾ നമുക്ക് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോമും കിട്ടും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A train passes a man on a platform of 100 meter long in 15 seconds and the entire platform in 25 seconds. Find the length of the train. അങ്ങനെ ചെയ്യാം. ഒരു ട്രെയിൻ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന മാനിനെ പാസ് ചെയ്യാൻ 15 സെക്കൻഡ്സ് എടുക്കും ആൻഡ് എൻ്റെ പ്ലാറ്റ്ഫോമിനെ കടക്കാനായിട്ട് 25 സെക്കൻഡ്സ്. അപ്പോൾ എന്താ, ഫസ്റ്റ് നമുക്ക് ട്രെയിനും മാനും, പിന്നെ ട്രെയിനും പ്ലാറ്റ്ഫോമും അല്ലേ. ഓക്കെ, അപ്പോൾ ട്രെയിനും മാനോട് എടുക്കുന്ന ടൈം എത്രയാണ്? 15 സെക്കൻഡ്. ട്രെയിനിനെ മാനിനെ പാസ് ചെയ്യാൻ എടുക്കുന്ന സമയം 15 ഈക്വൽ ടു എന്താ, ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ലെങ്ത് ഓഫ് ട്രെയിൻ നമുക്കറിയത്തില്ല, അത് കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇത് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്താ, പ്ലാറ്റ്ഫോമിനെ പാസ് ചെയ്യാൻ 25 സെക്കൻഡ് അല്ലെ, ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം എത്രയാണ്? 100 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ. ഇത് സെക്കൻഡ് ഇക്വേഷൻ. നോക്കി, ഈ രണ്ട് ഇക്വേഷൻ നോക്കി, നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ലെങ്ത് ഓഫ് ട്രെയിൻ. അപ്പൊ ഈ ഇക്വേഷനിൽ ലെങ്ത് ഓഫ് ട്രെയിൻ കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടെ എന്തൊക്കെ, ലെങ്ത് ഓഫ് ട്രെയിൻ ഈ രണ്ട് കേസിലും സെയിം ആണ്, സ്പീഡ് ഓഫ് ട്രെയിനും ഈ രണ്ട് കേസിലും സെയിം ആണ് അല്ലെ. അപ്പൊ നമുക്ക് ആദ്യം സ്പീഡ് ഓഫ് ട്രെയിൻ ഇക്വേഷൻ എഴുതാം. നോക്കിയേ, സ്പീഡ് ഓഫ് ട്രെയിൻ ഇക്വേഷൻ എന്താ, ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ 15 അല്ലെ. ഇവിടുന്ന് സ്പീഡ് ഓഫ് ട്രെയിൻ ഇക്വേഷൻ എഴുതിയാലോ, ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് 100 ബൈ 25. ഈ രണ്ട് സ്പീഡ് ഓഫ് ട്രെയിനും ഈക്വൽ അല്ലേ, കാരണം ഒരേ ട്രെയിനിലെ പറയുന്നത് ഇവിടെ, അതുകൊണ്ട് അത് എന്ത് ചെയ്യാം, ഇക്വേറ്റ് ചെയ്യാം. അതായത് ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ 15 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ പ്ലസ് 100 ബൈ 25. ഇനി ഒന്നേ നിങ്ങൾക്ക് ഇവിടുന്ന് സ്പീഡ് ഓഫ് ട്രെയിൻ ഇക്വേഷൻ LT ബൈ 15 എന്ന് കിട്ടിയാൽ അതുകൊണ്ടൊന്ന് ഇവിടെ ഇടാം, STയുടെ അവിടെ LT ബൈ 15, അങ്ങനെയും ചെയ്യാം. രണ്ടും ഒരേ രീതി തന്നെയാണ്. ക്ലിയർ ആണോ? ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്ത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അതിന് മുന്നേ കട്ട് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതായത് ഡിനോമിനേറ്റർ നമുക്ക് കട്ട് ചെയ്യാമല്ലോ. 15 25 5 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 ആയി, ഇവിടെ 5 ആയി. ഇനി നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 5 ഇൻറ്റു LT ഈക്വൽ ടു 3 ഇൻറ്റു LT പ്ലസ് 100 അല്ലെ. സോൾവ് ചെയ്താൽ 5LT ഈക്വൽ ടു 3LT പ്ലസ് 300. ഇനി LT ഒരുമിച്ച് വന്നാൽ 5LT മൈനസ് 3LT അല്ലെ. 5LT minus 3LT equal to 300, that is 2LT equal to 300, that is length of train will be equal to 300 by 2, 150 meter. ക്ലിയർ ആണല്ലോ. അപ്പോൾ രണ്ട് ഓബ്ജക്റ്റ് വരുന്ന കേസിൽ രണ്ട് ഇക്വേഷനും എഴുതുക, ദെൻ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഏതാണെന്ന് മനസ്സിലാക്കി ചെയ്യുക. ക്ലിയർ ആണല്ലോ. Next question. Two train, one 180 meter long and other 120 meter long, running at opposite direction, cross each other in 12 seconds. If the speed of the first train is 50 km per hour, find the speed of the second train. Okay. അപ്പം രണ്ട് ട്രെയിൻ പാസ് ചെയ്യുന്നതാ. ടൈം ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ 1 പ്ലസ് ലെങ്ത് ഓഫ് ട്രെയിൻ 2 ബൈ സ്പീഡ് ഓഫ് ട്രെയിൻ 1 പ്ലസ് ഓർ മൈനസ് അല്ലെ. ഇവിടെ ഏതാ വരേണ്ടത്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദാറ്റ് ഈസ് പ്ലസ് സ്പീഡ് ഓഫ് ട്രെയിൻ 2. ക്ലിയർ ആണല്ലോ. 180 മീറ്റർ ഉണ്ട്, 120 മീറ്റർ ഉണ്ട്. സ്പീഡ് ഒക്കെ തന്നേക്കുന്ന എന്താണ്, ഒരെണ്ണത്തിന്റെ 50. ഇനി അടുത്ത ട്രെയിനിന്റെ സ്പീഡ് എന്താണ്, ഞാൻ പറയുന്നു x കിലോമീറ്റർ പെർ അവർ എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. കാരണം നമ്മുടെ യൂണിറ്റുകൾ കിടക്കുന്നുണ്ടോ കിലോമീറ്റർ പെർ അവർ, അതുകൊണ്ട് ഞാൻ അതിനെ x കിലോമീറ്റർ പെർ അവർ എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇനി അല്ല നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ x മീറ്റർ പെർ സെക്കൻഡ് എന്ന് അസ്യൂം ചെയ്യാം. അങ്ങനെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന ഉത്തരത്തിനെ ഇത് കൺവേർട്ട് ചെയ്ത് വരണം. അപ്പൊ ഇവിടെ എഴുതുമ്പോൾ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്ന എന്താണ്, x കിലോമീറ്റർ പെർ അവർ എന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം എന്താ, ലെങ്ത് ഓഫ് ടൈം എത്ര നേക്കുന്നത്, പാസിനുള്ള ടൈം 12 seconds. 12 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ 180 പ്ലസ് 120 ബൈ, ഇനി സ്പീഡ് ഓഫ് ട്രെയിൻ വന്നതാണ് 50 പ്ലസ് x അല്ലെ ഇൻറ്റു 5/18.
ക്ലിയർ ആണോ? എക്സ് ശ്രദ്ധിച്ചാണ്, ഇവിടെ എക്സ് ഞാൻ കിലോമീറ്റർ പെർ അവർ എന്നാണ് അസ്യൂം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ ഞാൻ 5/8 കൺവേർട്ട് ചെയ്യുന്നുണ്ട്. കൺവേർട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നമുക്ക് അവസാനം കിട്ടുന്ന എക്സ് എന്ന് പറഞ്ഞ ആൻസർ കിലോമീറ്റർ പെർ അവറിലായിരിക്കും അല്ലെ, കാരണം അങ്ങനെയല്ലേ നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. ഓക്കെ, നമുക്കിത് സോൾവ് ചെയ്യാം. സോ 12 ഈക്വൽ ടു 180 പ്ലസ് 200 300/50 പ്ലസ് എക്സ് ഇൻറ്റു 5/8. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് 12 ഇൻറ്റു 5/18 ഇവിടെ ഉണ്ട്, പിന്നെ ഒരു 50 പ്ലസ് എക്സ്, ജസ്റ്റ് ഞാൻ അപ്പുറത്തോട്ട് ഇട്ടുന്നേ ഉള്ളൂ, ഈക്വൽ ടു 300. സോൾവ് ചെയ്തേ. 6 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 2 ആയി, ഇവിടെ 3 ആയി. ഓക്കെ, ദാറ്റ് ഈസ് 10/3 അല്ലെ, ഇൻറ്റു 50 പ്ലസ് എക്സ് ഈക്വൽ ടു 300. ഇനി ഈ 3 ഇവിടെ പോകുമ്പോഴത്തേക്ക് അതെന്താവും, അത് 900 ആകും അല്ലെ, 900. സോൾവ് ചെയ്തേ. 500 പ്ലസ് 10x ഈക്വൽ ടു 900. ദാറ്റ് ഈസ് 10x will be equal to 900 minus 500, 400. That is x will be equal to 400/10, 40 kilometer per hour. Okay, അപ്പോൾ x എന്ത് കിട്ടി? 40 കിട്ടി. That is 40 kilometer per hour. ക്ലിയർ ആണല്ലോ? ശ്രദ്ധിച്ച്, രണ്ട് സ്പീഡുള്ള ഒബ്ജക്റ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ട്രെയിനും സ്പീഡുള്ള ഒരു ഒബ്ജക്റ്റും വരുന്ന സമയത്ത് ആ ഒരു സൈൻ ഇടുന്ന കാര്യം ശ്രദ്ധിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A train 100 km per hour passes a man running at 10 km per hour in the same direction in 6 seconds. Find the length of the train. ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? മാൻ, മൂവിങ് മാൻ അല്ലെങ്കിൽ റണ്ണിങ് മാൻ ആണ് ഒബ്ജക്റ്റ് അല്ലെ. ടൈം വന്നിട്ടുണ്ട് 6 will be equal to ലെങ്ത് ഓഫ് ട്രെയിൻ, അത് നമുക്ക് കണ്ടുപിടിക്കണം അല്ലെ. ലെങ്ത് ഓഫ് ട്രെയിൻ ബൈ ഇവിടെ എന്താണ്, മാനിന് അതായത് ഒബ്ജക്റ്റിന് ലെങ്ത് ഇല്ല അല്ലെ, സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് മാൻ. ഏത് ഡയറക്ഷൻ? സെയിം ഡയറക്ഷൻ, സോ മൈനസ്. ഓക്കെ, അപ്പൊ എന്താണ്, ട്രെയിനിൻ്റെത് 100ഉം മാനിൻ്റെത് 10ഉം. സോ 100 മൈനസ് 10 ഇൻറ്റു 5/80. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്യാം. 6 ഇൻറ്റു 90 ഇൻറ്റു 5/80 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ. ഓക്കെ, ഇതിവിടെ കട്ട് ചെയ്താൽ 5. സോ 30 ഇൻറ്റു 5 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ. ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ട്രെയിൻ വിൽ ബി ഈക്വൽ ടു 150 മീറ്റർ. ഓക്കെ, ഓപ്ഷൻ ഡി. Next question. Two trains traveling at 56 km per hour and 29 km per hour in the same direction. Faster train passes a man in the slower train in 16 seconds. Find the length of the faster train. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ട്രെയിൻ അല്ലെ, 56 km per hour 29 km per hour ഉള്ള രണ്ട് ട്രെയിൻ സെയിം ഡയറക്ഷനിൽ പോകുന്നു. ഫാസ്റ്റ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ 56 km per hour പോകുന്ന ട്രെയിൻ passes a man in the slower train, അതായത് 29 km per hour പോകുന്ന ട്രെയിനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ പാസ് ചെയ്യാൻ 16 seconds എടുക്കുന്നു എങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ ഫാസ്റ്റർ ട്രെയിൻ. ഇവിടെ ഒബ്ജക്റ്റ് ഏതാണെന്ന് മനസ്സിലാക്കുക. നമ്മുടെ ട്രെയിൻ, അതായത് ഈ പാസ് ചെയ്യുന്ന ട്രെയിൻ ഏതാ? നമ്മുടെ ഫാസ്റ്റർ ട്രെയിനാ അല്ലെ. സോ ഫാസ്റ്റർ ട്രെയിനും അതേപോലെ ഒബ്ജക്റ്റ് എന്ന് പറയുന്ന ഏതാണെന്ന് മനസ്സിലാക്കുക. ആരാണ്? ട്രെയിൻ ആണോ? സ്ലോവർ ട്രെയിൻ ആണോ ഒബ്ജക്റ്റ്? അല്ല, മാൻ അല്ലെ. സ്ലോവർ ട്രെയിനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനാണ് അല്ലെ, മാൻ ഇൻ ദ സ്ലോവർ ട്രെയിൻ അല്ലെ. അപ്പൊ ആ മാന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? മാനിന് സ്പീഡ് ഉണ്ടോ, ഡിസ്റ്റൻസ് ഉണ്ടോ? അങ്ങനെ നോക്കിയാൽ എന്താ പറയേണ്ടത്? മാനിന് ലെങ്ത് ഉണ്ട്, മാനിന് ലെങ്ത് ഇല്ല അല്ലെ. ഓക്കെ, സ്പീഡ് ഇവിടെ ഉണ്ട് അല്ലെ. നമുക്ക് പെട്ടെന്ന് ചിലപ്പോൾ ചിലർക്ക് തോന്നിയേക്കാം സ്റ്റേഷനറി ആയിരിക്കുമെന്ന് അല്ലെ, കാരണം ആ മനുഷ്യൻ സ്ലോവർ ട്രെയിനിൽ ഇരിക്കുകയാണ്. നമ്മൾ റിലേറ്റീവ് മോഷനൊക്കെ പറയത്തില്ലേ, ഇപ്പൊ നമ്മൾ നിൽക്കുമ്പോൾ ആ ഒരു ട്രെയിനിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ മൂവ് ചെയ്യുക എന്ന് വെച്ചാൽ ഏത് കണ്ടീഷനിലാണ് അയാൾ നിൽക്കുന്നത്? ആ ട്രെയിനിന്റെ സ്പീഡിൽ മൂവ് ചെയ്യുന്ന ഒരാള് എന്ന് വേണം നമ്മൾ പറയാൻ അല്ലെ. സോ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഏതാണ്? മാൻ മൂവിങ് വിത്ത് എ സ്പീഡ് ഓഫ് 29 km per hour. മാൻ മൂവിങ് വിത്ത് 29 km per hour മൂവ് ചെയ്യുന്ന മനുഷ്യനാണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാധാ പോലെ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഇക്വേഷനായിട്ട് ചെയ്യുക അല്ലെ. 29 km per hour മൂവ് ചെയ്യുന്ന ഒരു മനുഷ്യനെ കടക്കാൻ എത്ര സമയം എടുത്തു എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ക്ലിയർ ആണോ? അത് നന്നായിട്ട് ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കുക.
A faster train passes a man in the slower train in 16 seconds. Okay, അപ്പോൾ നമുക്ക് ഇനി സോൾവ് ചെയ്യാമല്ലോ. സോ 16 ടൈം തന്നിട്ടുണ്ട്, 16 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ, ഏതാ ഫാസ്റ്റ് ട്രെയിനിന്റെ ലെങ്ത് അല്ലേ, ലെങ്ത് ഓഫ് ഫാസ്റ്റർ ട്രെയിൻ ബൈ ഏതാ സ്പീഡ് ഓഫ് ട്രെയിൻ പ്ലസ് ഓർ മൈനസ് സ്പീഡ് ഓഫ് മാൻ, അതായത് മാൻ എന്ന് പറഞ്ഞാൽ സ്ലോവർ ട്രെയിനിന്റെ സ്പീഡ്. അപ്പൊ ഡയറക്ഷൻ ഏതാണ്, സെയിം ഡയറക്ഷൻ, അതുകൊണ്ട് മൈനസ്. ഓക്കെ, സോ 56 മൈനസ് 29 കിലോമീറ്റർ പെർ അവർ ആണ്. സോ 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 16 ഇൻറ്റു 56 മൈനസ് 29 അല്ലെ 27 അല്ലെ 27 ഇൻറ്റു 5/18 ഈക്വൽ ടു ലെങ്ത് ഓഫ് ട്രെയിൻ. സോൾവ് ചെയ്യാം. 9 വെച്ച് കട്ട് ചെയ്താൽ ഇവിടെ 9 ഇൻറ്റു 3, ഇത് 9 ഇൻറ്റു 2, ഈ 2ഉം 16ഉം കൂടെ കട്ട് ചെയ്താൽ 8 അല്ലെ, ദറ്റ് ഈസ് 8 ഇൻറ്റു 3 24, 24 ഇൻറ്റു 5 ആണ് ലെങ്ത് ഓഫ് ട്രെയിൻ. ദറ്റ് ഈസ് ലെങ്ത് ഓഫ് ട്രെയിൻ ഇസ് ഈക്വൽ ടു 24 ഇൻറ്റു 5 120 മീറ്റർ. ക്ലിയർ ആണോ? അപ്പോൾ ലെങ്ത് ഓഫ് ട്രെയിൻ നമുക്ക് എന്ത് കിട്ടി, 120 മീറ്റർ എന്ന് കിട്ടി. ക്ലിയർ ആണല്ലോ? ഇന്നത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പോൾ ആ ഒരു ട്രെയിനിന്റെ കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് ഈ ക്വസ്റ്റ്യനുകളെല്ലാം ഒന്ന് നന്നായിട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് കൂടാതെ ബാക്കി ഇനിയും നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് ചെയ്ത് നോക്കുക. ഈ ഇന്നത്തെ സെക്ഷനിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിലൂടെ ചോദിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.